ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അപ്പം നമ്മളെല്ലാം കാത്തിരുന്ന പുഷ്പ 2 ദ റൈസ് ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ഡിസംബർ 5 തീയതിയാണ് റിലീസ്. പിന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പേരിന് വേണ്ടി ഇത് പറയാം. ഡയറക്ടർ സുകുമാർ, അഭിനയിക്കുന്ന അല്ലു അർജുൻ, ഫഹദ് ഫാസിൽ, രശ്മിക മന്ദാന, അങ്ങനെ കുറേ പേര്. മ്യൂസിക് DSP. അപ്പോൾ ഇതാണ് അതിൻ്റെ ട്രെയിലർ. എന്തായാലും ഇറങ്ങിയിട്ടുണ്ടേ, നമുക്ക് എന്തായാലും ഒന്ന് പോയി കാണാം. ഓക്കേ. ആന ജഗപതി ബാബു. அவரை கண்ட பயம் இல்ல, இவ ஆள் மனசுல ஏதோ பலி இருக்கியா? पुष्पा नाम छोटा है, ഹെലികോപ്റ്റർ. बहुत बड़ा. ഓ, വലിയ സെറ്റപ്പ് എന്ന് കാണിക്കാനുള്ള സെറ്റപ്പാണ്. എന്തിനാ നടത്തോടെ ബ്രാൻഡ് റോക്കി ബൈ സെറ്റപ്പാ. ഹെലികോപ്റ്റർ, ജീപ്പ്, 10 ആള്, ഫുള്ള് റോക്കി ബൈ സെറ്റപ്പാണല്ലേ. பொண்டாட்டி பெற்ற புருஷன் கேட்டா என்ன ஆகும்னு இந்த உலகம் பார்க்கும். അവളുടെ കാല് വെച്ച് പുഷ്പടാ ആ സെറ്റപ്പ്. അടി മോനെ. பார்ட்டி இருக்கு புஷ்பா, பார்ட்டி இருக்கு. അതൊരു 1.5 മുതലാണേ. അതെന്തരടെ அவனுக்கு வர வேண்டிய பைசா ஆனாலும் ஆனாலும் 7 மலைக்கு மேல இருந்தாலும் 7 கடலை தாண்டி இருந்தாலும் போய் அதை எத்துக்குவான். என்ன புஷ்பா காசு அவனோட. ഇതിന്റെ ബഡ്ജറ്റ് എത്രടേ? എന്തായാലും കുറെ പൊട്ടിച്ചിട്ടുണ്ട്. புஷ்பா நேஷனல் லஞ்சியா? ഇന്റർനാഷണൽ. എന്തിനടേ ഇതൊക്കെ കുറെ ഉണ്ടല്ലേ. ഫയർ തന്നെ. വൈൽഡ് ഫയർ. ഐമാക്സ് സംഭവം കൊള്ളാം. സംഭവമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുവാണ്. ട്രെയിലർ കൊള്ളാം, അടിപൊളി, ഉള്ളത് പറയാമല്ലോ. പക്ഷേ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ പടത്തിൻ്റെ ആ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ട് അവരിറക്കിയൊരു പടമാണ്. പക്ഷെ രണ്ടാമത്തെ പടത്തിൽ അവർ കാണിക്കാനുള്ള എല്ലാം കാണിച്ചിട്ടുണ്ട്. KGF അപ്പുറമായിട്ട് കാണിച്ചിട്ടുണ്ടെന്നാണ്, KGF 2 അപ്പുറമായിട്ട് കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അകത്ത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സാധനം വർക്കൗട്ട് ആയില്ലെങ്കിൽ മുട്ടം കോമഡി ആയിരിക്കും. അങ്ങനെ വർക്കൗട്ട് ആവാതിരിക്കാൻ വകുപ്പില്ല. പക്ഷെ എന്നാലും എന്താ പറയുക, തെലുങ്ക് പടമാണ്. അവന്മാർ കുറച്ച് ഓവർ മാസ്സാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പടത്തിൽ ലോജിക്ക് നോക്കി പോയിരുന്ന് കാണാൻ പറ്റില്ല. അത് പ്രതീക്ഷിച്ച് പോവുകയും വേണ്ട. അങ്ങനെ പോയി കണ്ട് ഇഷ്ടപ്പെടുക. പക്ഷേ പടം മാസ്സായിരിക്കും. സാധാരണ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ആയിരിക്കില്ല. ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നല്ല കളക്ഷനും കയറും, എല്ലാം ചെയ്യും. ആ ഒരവസ്ഥ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. അല്ലു അർജുൻ ഇതിൻ്റെ അകത്ത് ശമ്പളം 300 കോടി എന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം എന്തോ പോസ്റ്റ് ഉണ്ട്. അത് ശരിയാണോ അല്ലേന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. 300 കോടിയാണ് ശമ്പളം. എല്ലാവരെയും, വിജയിനെയും രജനീകാന്തിനെയും എല്ലാവരെയും കടത്തി വെട്ടിയെന്നും പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ
പ്രൊഡ്യൂസർക്ക് എന്തായാലും നഷ്ടം വരില്ല, പടം ഓടും, അടിപൊളിയായിട്ട് ഓടും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഈ ലോജിക്ക് വെച്ച് പോയി കാണാൻ നിൽക്കരുത്, ഇഷ്ടപ്പെടില്ല. അതൊരു മാസ് പടം, അത് മാത്രമേ പ്രതീക്ഷിച്ച് പോവാവൂ. നമ്മൾ കുറേ മാസ് സീനുകൾ കാണാം, അല്ലു അർജുൻ്റെ കുറേ സ്റ്റൈലുകൾ കാണാം, പിന്നെ ഈ പുഷ്പ സ്റ്റൈൽ പിടിക്കുമ്പോൾ ഉള്ള കുറേ സെറ്റപ്പുകൾ കാണാം. പിന്നെ ആദ്യത്തെ പടത്തിൽ മറ്റേ രശ്മിക മന്ദാനായിട്ടുള്ള സീനുകളിൽ വരുന്ന ഒരു ഭയങ്കര ഒരു ക്രിഞ്ച് സംഭവം ഉണ്ട്. അതവന്മാർ റെക്ടിഫൈ ചെയ്യോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. കാരണം അത് തെലുങ്ക് ഓഡിയൻസിന് അത് കുറച്ച് താല്പര്യമുള്ളതാണ്. അപ്പം അത് മിക്കവാറും ഉണ്ടാവുമായിരിക്കും. എല്ലാവർക്കും അത് ദഹിക്കണമെന്നില്ല, എല്ലാം ഉണ്ടാവും. എന്തായാലും സാധനം അടിപൊളിയായിരിക്കും. ഇറങ്ങുമ്പോൾ കാണാം. ഡിസംബർ 5-ാം തീയതി. ഇന്നിപ്പോൾ 17, 3 ആഴ്ചയും കൂടെ കഴിയുമ്പോൾ പൊളിക്കും. അപ്പോൾ അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.